തൃശൂരിൽ മുന്നറിയിപ്പില്ലാതെ നിർധന കുടുംബത്തെ ജപ്തി ചെയ്തുവെന്ന് പരാതി. വടക്കാഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷനിൽ താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് സ്വകാര്യ ബാങ്കായ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ജപ്തി ചെയ്തത്. ഇന്നലെയാണ് വീട്ടുപകരണങ്ങൾ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെ കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കിവിട്ടത്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, എപ്പോഴായിരുന്നു ജപ്തി നടപടികൾ? ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ ദിവസം 3 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ കുടുംബത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്നത്. സ്വകാര്യ കമ്പനിയായ മൈക്രോ ഫിനാൻസ് ആണ് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ, അതായത് ഈ ജപ്തി ചെയ്തത്. ഈ കമ്പനിയിൽ നിന്ന് ഈ കുടുംബം 7 ലക്ഷത്തോളം രൂപയോളം വായ്പ എടുത്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2 വർഷത്തോളം 2022-ലാണ് ഇത്തരത്തിൽ ഈ വായ്പ എടുത്തത്. അത് മകളുടെ വിവാഹത്തിനായിട്ടാണ് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം 7.5 ലക്ഷം രൂപ എടുത്തത്. പിന്നീട് കുറച്ച് വർഷങ്ങളോളം, അതായത് 3 വർഷത്തോളം കൃത്യമായി അടച്ചെങ്കിലും പിന്നീട് രോഗാവസ്ഥ വലിയ രീതിയിൽ ബാധിച്ചതിനെ തുടർന്ന് ഈ ഉടമയ്ക്ക്, അതായത് ഈ വീട്ടിലെ കുടുംബത്തിന് അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഈ ദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വടക്കാഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ഗാന്ധി നഗറിൽ താമസിക്കുന്ന കുടുംബമാണ് അവര്. അവിടുത്തെ ഗൃഹനാഥനാണ് ഈ ദാസിനാണ് ഇത്തരത്തിലൊരു ഗതികേട് ഉണ്ടായത്. പിന്നീട് ഈ പണം അടയ്ക്കാൻ നോക്കിയെങ്കിലും കുറച്ച് പണം തിരിച്ച് കൃത്യമായിട്ട് അടച്ചു. പക്ഷെ രോഗാവസ്ഥ മോശമായതിനെ തുടർന്ന് പിന്നീട് അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള നടപടി. ഇന്നലെ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോലും അവരുടെ വസ്ത്രങ്ങളോ മരുന്നുകളോ എടുക്കാൻ അനുവദിക്കാതെയാണ് അവരെ പുറത്താക്കിയത്. പിന്നീട് ആ അടച്ചുപൂട്ടിയ അല്ലെങ്കിൽ സീൽ വെച്ച വീട്ടിൽ തന്നെ രാത്രി അവർ അന്തി ഉറങ്ങുകയായിരുന്നു. എന്തായാലും ആ ഭാഗത്ത് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇനി എന്താണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ളത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷമി.